ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 35,000 രൂപയ്ക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു PC ആണ്. അപ്പോൾ ഈ ഒരു PC നമുക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാനും കൂടി പറ്റിയ ഒരു PC തന്നെയാണ്. അപ്പോൾ വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു PC ബിൽഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു PCക്കകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു PCക്കകത്ത് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ ഇന്റലിലെ ലേറ്റസ്റ്റ് പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്ന i3 12th ജനറേഷൻ പ്രൊസസ്സറാണ്. 12100F എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതിനകത്ത് 4 കോർ ആൻഡ് 8 ത്രെഡാണ് വരുന്നത്. ഇതിൻ്റെ ബേസ് ക്ലോക്ക് നോക്കുകയാണെങ്കിൽ 3.30 GHz, ടെർബോ വരുന്നത് 4.30 GHz ആണ്. ഈ ഒരു പ്രൊസസ്സറിൽ ഇൻബിൽഡ് ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൊസസ്സറിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്റലിലെ i5 10th ജനറേഷൻ അടുപ്പിച്ച് ഈ ഒരു i3 12th ജനറേഷൻ പെർഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെറും i3 ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. വളരെയധികം നല്ല പെർഫോമൻസ് ആണ്. ഗെയിമിങ്ങിൽ എന്തായാലും നിങ്ങൾക്ക് ഇന്റലിലെ i5 10th ജനറേഷനേക്കാളും പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. പക്ഷേ എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈക്വൽ അല്ലെങ്കിൽ ജസ്റ്റ് ലോ അങ്ങനെ ഒരു പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രൊസസ്സറിൽ നിന്ന് ലഭിക്കുന്നത്. സോ അടുത്ത ഈ ഒരു PCക്കകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗിഗാബൈറ്റിൻ്റെ H610MS2 എന്ന് പറയുന്ന മദർ ബോർഡാണ്. അപ്പോൾ ഇന്റലിലെ i3 12th ജനറേഷൻ ഒരു പ്രത്യേകതയാണ്. നമുക്ക് DDR5ഉം DDR4ഉം രണ്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ മദർ ബോർഡ് നമുക്ക് DDR4 അല്ലെങ്കിൽ DDR5 ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ പ്രൊസസ്സർ വൈസ് നോക്കുകയാണെങ്കിൽ DDR4ഉം DDR5ഉം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മദർ ബോർഡ് DDR4 മാത്രം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് 2 RAM സ്ലോട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് ഇൻബിൽഡ് വൈഫൈ വരുന്നില്ല. ഒരു M.2 NVMe സ്ലോട്ട് വരുന്നുണ്ട്. അപ്പോൾ വൈഫൈ പറ്റില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കുന്ന കാര്യമില്ല. നിങ്ങൾക്ക് PCI സ്ലോട്ടുണ്ട്. PCI സ്ലോട്ടിനകത്ത് നിങ്ങൾക്ക് വൈഫൈ കാർഡ് ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളൂ. അടുത്തതിനകത്ത് യൂസ് ചെയ്യുന്ന RAM എന്ന് പറയുന്നത് 7 XPG 8GB DDR4 3200 MHz RAM ആണ്. സോ നമ്മളവിടെ 8GB സിംഗിൾ സ്റ്റിക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാര്യം 35,000 രൂപയുടെ ബഡ്ജറ്റിൽ തന്നെ നിൽക്കണം. അടുത്തതിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് ക്രൂഷ്യലിൻ്റെ P2 എന്ന് പറയുന്ന 500GB M.2 NVMe ആണ്. ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 2300 MB/s, റൈറ്റ് സ്പീഡ് വരുന്നത് 940 MB/s ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള M.2 NVMe ആണിത്. അടുത്തതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ 550 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ബിൽഡിന് 550 വാട്ട് ധാരാളമായിരിക്കും. നമ്മൾ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ പോലും 550 വാട്ട് സഫീഷ്യൻറ്റ് തന്നെയായിരിക്കും. സോ അടുത്ത് നമ്മൾ ഈ ഒരു PCക്കകത്ത് ഗെയിം കളിക്കാനും എഡിറ്റ് ചെയ്യാനും സ്ട്രീം ചെയ്യാനും മെയിനായിട്ട് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് വേണം. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡാണ് എടുക്കുന്നത്. ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് ഒക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. എന്നാലും MSRP പ്രൈസ് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പുതിയ ഗ്രാഫിക്സ് കാർഡ് എടുക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് എടുക്കാം. യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ GTXൻ്റെ 750 Ti എന്ന് പറയുന്ന 2GB DDR5 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കിത് OLXലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്നതായിരിക്കും. ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഈ ഒരു PC ബിൽഡ് ചെയ്യുന്ന ഷോപ്പിൽ തന്നെ ഉണ്ടെങ്കിൽ 1 ഇയർ വാറണ്ടി കൂടി നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതല്ല നിങ്ങൾക്ക് OLXലൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ഗ്രാഫിക്സ് കാർഡ് പർച്ചേസ് ചെയ്യാവുള്ളൂ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് GTXൻ്റെ 1050 2GB DDR5 ഗ്രാഫിക്സ് കാർഡാണ്. 1050 Ti അല്ല, വെറും 1050 2GB ആണ്. ഇതെന്തായാലും നിങ്ങൾക്ക് GTX 750 Tiനേക്കാളും പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കാം, അതുപോലെ തന്നെ സ്ട്രീമും ചെയ്യാൻ സാധിക്കും. GTXൻ്റെ 1050 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡ് 2GB DDR5 നിങ്ങൾക്ക് GTA 5 റോൾ പ്ലേ കളിക്കാനും കളിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാലറന്റോ അല്ലെങ്കിൽ ഫ്രീ ഫയർ കളിക്കാനും കളിക്കാം. യാതൊരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അടുത്ത നമ്മൾ ഈ ഒരു PCക്കകത്ത് നല്ലൊരു എയർ ഫ്ലോ വേണമെന്നുള്ളതുകൊണ്ട് നമ്മളോട് ചൂസ് ചെയ്യുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്നത് ആൻഡക്കിൻ്റെ NX290 എന്ന് പറയുന്ന ക്യാബിനറ്റാണ്. അതായത് ഫ്രണ്ടിൽ 3 RGB ഫാൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെയർ ഫാനും പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ ഫാനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. സോ ഫൈനലി ഈ ഒരു PC നമ്മൾ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു 8GB RAM കൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ RTXൻ്റെ 3050 ഗ്രാഫിക്സ് കാർഡ് കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഈ പഴയ ഗ്രാഫിക്സ് കാർഡ് ചേഞ്ച് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുമ്പോൾ വളരെ നല്ല പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു PC കിട്ടുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.